ഇവിടെ ഉള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നഗരസഭ വയോജനങ്ങളെ ടൂർ കൊണ്ടുപോകും, ബഡ്ജറ്റ് സ്കൂൾ കുട്ടികളെ മറ്റുള്ളവരും കൊണ്ടുപോകും, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഞങ്ങളെ ആരും ടൂറിന് കൊണ്ടുപോകണില്ല എന്നുള്ളൊരു സങ്കടം പറഞ്ഞു. ഞാനത് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ചെയ്യാം, ടൂർ അല്ലേ ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. നമ്മൾ ഈ ജാനുവരി 25-ന് വയനാട്ടിലേക്ക് ടൂർ പോകും. വലൈക്കും അസ്സലാം. എന്തായാലും അന്ന് സന്തോഷായി. ഇന്ന് ജനുവരി 15 പാലിറ്റിയുടെ അന്ന് തന്നെ ഞങ്ങളെ ആഗ്രഹം സാധിച്ചു തരാൻ പ്രഖ്യാപനം ഉണ്ടായല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വയനാട്ടിലേക്ക് ടൂർ പോകും. നിങ്ങൾ പറഞ്ഞത് പരിഗണിച്ച് 25-ാം തീയതി 2 ബസ് നമ്മള് വയനാട്ടിലേക്ക് പോകും. ഓരോ പ്രഭാതങ്ങളിലും ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട്. അതിൽ പുഞ്ചിരിയുണ്ട്, കണ്ണുനീരുകളുണ്ട്, നാളുകളായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ പൂവണിയാൻ നമുക്ക് കഴിയട്ടെ. ഓരോ ദിവസവും അതിനുവേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. നേരുന്നു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. സ്വയം വെളിച്ചമാകാം. ആരൊക്കെയോ തെളിച്ച കെടാവിളക്കുകളുടെ വെളിച്ചത്തിലാണ് ഓരോരുത്തരുടെയും യാത്ര. ഒരു തിരിയും സ്വയം കത്താൻ തുടങ്ങുന്നില്ല, ആരോ പകരുന്ന വെളിച്ചം തുടരുന്നതാണ്. കാഴ്ചയുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല യാത്രകൾ സുഗമമാകുന്നത്, പ്രകാശമുള്ളതിൻ്റെ പേരിൽ കൂടിയാണ്. അന്ധകാരത്തിലെ യാത്രകൾക്ക് എത്ര കണ്ട് ഭംഗിയുണ്ടാകും. ആരോ തെളിച്ച വഴികളിലൂടെയും നാട്ടിയ വിളക്കുകളിലൂടെയുമാണ് തീർത്ഥാടന സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രൂപപ്പെടുന്നത്. അവരുടെ യാത്രകൾ മിക്കവാറും യാഗാന്ത യാത്രകളും എതിർക്കപ്പെട്ട യാത്രകളുമായിരുന്നിരിക്കാം. സുഹൃത്തുക്കളെ, വെളിച്ചത്ത് നിൽക്കുമ്പോൾ വിളക്ക് എവിടെയാണെന്ന് ആരും അന്വേഷിക്കാറില്ല. ചുറ്റും പ്രകാശമുള്ളപ്പോൾ വിളക്കുകൾക്ക് പ്രസക്തിയുമില്ല. ഇരുട്ട് കയറുമ്പോൾ ആളുകൾ വിളക്ക് അന്വേഷിച്ചു തുടങ്ങും. ഏത് അന്ധകാരത്തിലും പ്രകാശിക്കാൻ ശേഷിയുള്ളവരാണ് വഴിവിളക്കുകളും സ്മാരക ശിലകളുമായി രൂപാന്തരം പ്രാപിക്കുന്നത്. വെളിച്ചം തേടി പോകുന്നവരും വെളിച്ചം പരത്തി പോകുന്നവരുമുണ്ട്. വിളക്കുമാടങ്ങൾ പുറത്താണെന്നും വെളിച്ചം ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ് ലഭിക്കുന്നതെന്നും തെറ്റിദ്ധരിച്ച് പ്രകാശാന്വേഷണം നടത്തുന്നവർക്ക് വിളക്കാകാനോ വെളിച്ചമാകാനോ കഴിയില്ല. വെളിച്ചം പകരുന്നവരുടെ നിഴലിൽ നിന്ന് സമാശ്വസിക്കുകയല്ല വേണ്ടത്, സ്വയം വെളിച്ചമാകാനുള്ള ഊർജം സംഭരിക്കുകയും വേണം. കാലശേഷവും കത്തിജ്വലിക്കുക എന്നത് കർമ്മഫലമാണ്. എത്ര നാൾ എത്ര പ്രചോദനാത്മകമായി ജ്വലിക്കാൻ സാധിക്കുന്നു എന്നതിലാണ് വിളക്കിൻ്റെ മേന്മയെന്ന് തിരിച്ചറിയുക. സ്വയം വിളക്കായി മാറാം.